നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യ UK വ്യാപാര കരാർ യാഥാർത്ഥ്യമായി, ചരിത്രപരമെന്ന് ഇരു പ്രധാനമന്ത്രിമാരും. സ്വകാര്യ മേഖലയുടെ പ്രകടനം മികച്ചതെന്ന് PMI, കരുത്തായത് കമ്പനികളുടെ ഉയർന്ന ഉൽപാദനവും അന്താരാഷ്ട്ര ആവശ്യകതയും. അദാനി എനർജിക്ക് നേട്ടം, ലാഭം 539 കോടി രൂപയായി. മൂലധന നിക്ഷേപ രംഗത്ത് അനുമതി, യൂറോപ്യൻ യൂണിയൻ ആവശ്യം തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്ന് വാദം. വിപണി പ്രതീക്ഷ കാത്ത് ബജാജ് ഫിനാൻസിന്റെ പാദഫലം. അറ്റപ്പലിശ വരുമാനം 22% വർദ്ധിച്ചു. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 542 പോയിന്റ് ഇടിഞ്ഞ് 82,184-ലും, നിഫ്റ്റി 157 പോയിന്റ് ഇടിഞ്ഞ് 25,062-ലും ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഓഹരികളിൽ എറ്റേണൽ, ടാറ്റ മോട്ടോഴ്സ്, സൺ ഫാർമ, ടാറ്റ സ്റ്റീൽ, ടൈറ്റൻ എന്നിവ നേട്ടമുണ്ടാക്കിയപ്പോൾ ട്രെൻഡ്, ടെക് മഹീന്ദ്ര, ബജാജ് ഫിൻസർവ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇൻഫോസിസ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, HCL ടെക്നോളജീസ്, NTPC എന്നീ ഓഹരികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെക്ടറൽ സൂചികകളിൽ PSU ബാങ്ക്, ഫാർമ എന്നിവ ഒഴികെ മറ്റെല്ലാ സൂചികകളും നഷ്ടത്തിൽ അവസാനിച്ചു. നിഫ്റ്റി IT സൂചിക 2%, റിയാലിറ്റി FMCG സൂചികകൾ 1% ഇടിവ് നേരിട്ടു. നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചിക 1.3%, മിഡ് ക്യാപ് സൂചിക 0.76% ഇടിഞ്ഞു. ഇന്ത്യ UK വ്യാപാര കരാർ പ്രാബല്യത്തിൽ, ചരിത്രമെന്ന് സ്റ്റാമറും മോദിയും. ലക്ഷ്യം $34 ബില്യൺ വാർഷിക വ്യാപാര വളർച്ച. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുവന്നതിനു ശേഷമുള്ള ഏറ്റവും മികച്ച കരാറാണ് ബ്രിട്ടൻ ഇന്ത്യയുമായി ഒപ്പുവെക്കുന്നതെന്നാണ് കെയർ സ്റ്റാമർ വ്യക്തമാക്കിയത്. ഇത് ബ്രിട്ടന്റെ വിജയമാണ്. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബുധനാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്ര കരാറിൽ ഒപ്പുവയ്ക്കാൻ ബ്രിട്ടനിലെത്തിയത്. വിഷൻ 2030 എന്ന പദ്ധതി പൂർത്തിയാക്കാനാണ് ആദ്യഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും ശ്രമിക്കുക. അതായത് 5 വർഷത്തിൽ ഇന്ത്യ ബ്രിട്ടൻ വ്യാപാരം നിലവിലുള്ളതിന്റെ ഇരട്ടിയാകും. അതേസമയം കരാർ പ്രാബല്യത്തിൽ വരണമെങ്കിൽ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം വേണം. ഒപ്പം ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അനുമതിയും നേടണം. ചുരുക്കത്തിൽ പൂർണ്ണതോതിൽ കരാർ പ്രാബല്യത്തിൽ വരാൻ 1 വർഷം വരെ സമയമെടുക്കാം. കരാർ അനുസരിച്ച് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഏകദേശം 99% ഇനങ്ങൾക്കും ബ്രിട്ടൻ തീരുവ ഒഴിവാക്കും. പകരം ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 90% ഉൽപ്പന്നങ്ങളുടെയും തീരുവ ഇന്ത്യ കുറയ്ക്കും. 10 വർഷത്തിനുള്ളിൽ ഇതിൽ 85% ഇനങ്ങളും തീരുവ രഹിതമാകും. US-ഉമായുള്ള വ്യാപാര കരാറിൽ അനിശ്ചിതത്വം തുടരുമ്പോഴാണ് UK-യുമായി ഇന്ത്യ വ്യാപാര കരാർ ഒപ്പുവെക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജൂലൈയിൽ രാജ്യത്തെ സ്വകാര്യ മേഖലയുടെ പ്രകടനം മികച്ചതായി തുടരുന്നുവെന്ന് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. കരുത്തായത് കമ്പനികളുടെ ഉയർന്ന ഉൽപാദനവും അന്താരാഷ്ട്ര ആവശ്യകതയും. ജൂലൈയിൽ ഇതുവരെ സൂചിക 60.7 സ്കോറാണ് രേഖപ്പെടുത്തിയത്. പണപ്പെരുപ്പം, തൊഴിലാശങ്കകൾ എന്നിവ നിലനിൽക്കുന്നതിനിടയിലാണ് സ്വകാര്യ മേഖലയുടെ മുന്നേറ്റം. അതേസമയം ജൂണിലെ 61 നിലവാരത്തിൽ നിന്ന് സൂചിക നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തുടർച്ചയായ 4ാമത്തെ വർഷമാണ് രാജ്യത്തെ സ്വകാര്യ മേഖല മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതും. S&P ഗ്ലോബൽ HSBC ഫ്ലാഷ് ഇന്ത്യയുടെ കോമ്പോസിറ്റ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നിർമ്മാണ മേഖലയുടെ PMI 17 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. 59.2 നിർമ്മാണ മേഖലയുടെ PMI ഉയർന്നത്. ഉൽപ്പന്നങ്ങൾക്കുള്ള ഓർഡറുകൾ 5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. എന്നാൽ തൊഴിലില്ലായ്മ വലിയ ഭീഷണിയായി മാറാമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ തൊഴിൽ വളർച്ച 15 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ചയിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിപണി പ്രതീക്ഷ കാത്ത് ബജാജ് ഫിനാൻസിന്റെ പാദഫലം. അറ്റപ്പലിശ വരുമാനം 22% വർദ്ധിച്ച് 10,227 കോടിയായി. 10,226 കോടിയുടെ ലാഭമായിരുന്നു വിപണി പ്രവചനം. ഇതിൽ നിന്ന് നേരിയ ഉയർച്ചയാണ് വരുമാനത്തിൽ രേഖപ്പെടുത്തിയത്. ഈ കാലയളവിലെ അറ്റാദായവും കഴിഞ്ഞ വർഷത്തേക്കാൾ 20.1% വർദ്ധിച്ച് 4,700 കോടിയായി. അതേസമയം നോൺ ബാങ്കിംഗ് സ്ഥാപനമായ ബജാജ് ഫിനാൻസ് ആസ്തികളിൽ സമ്മർദ്ദം നേരിടുന്നുണ്ട്. ഇത് നിക്ഷേപകരിൽ ആശങ്ക ഉണ്ടാക്കാമെന്നും ഡാറ്റ വ്യക്തമാക്കുന്നു. നിഷ്ക്രിയ ആസ്തി മാർച്ച് പാദത്തിൽ
0.86%. ഈ പാദത്തിലേത് 1% മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. കിട്ടാക്കടം കൂടുന്നുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ജൂൺ 30 കണക്കനുസരിച്ച് വായ്പാദാതാവിന്റെ മൂലധന പര്യാപ്തത അനുപാതം 21.96%. ഒരു ബാങ്കിന്റെ സാമ്പത്തിക ശക്തിയുടെ അളവുകോലാണ് മൂലധന പര്യാപ്തത അനുപാതം. റിസ്ക്കുള്ള വായ്പകളും നിക്ഷേപങ്ങളും താരതമ്യപ്പെടുത്തുമ്പോൾ ബാങ്കിന് വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കുന്ന അവസ്ഥയാണുള്ളതെന്നാണ് ഈ ഡാറ്റ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഷ്ക്രിയ ആസ്തിയിലെ സമ്മർദ്ദം വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മൂലധന നിക്ഷേപ രംഗത്ത് അനുമതി ആവശ്യപ്പെടുന്ന യൂറോപ്യൻ യൂണിയന്റെ ആവശ്യം തള്ളി ഇന്ത്യ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തുമെന്ന് വാദം. ഇന്ത്യയുടെ മൂലധന ഒഴുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിൽ ഇടപെടാൻ അനുവദിക്കുന്ന ഒരു നിയമം വ്യാപാര കരാറിൽ ഉൾപ്പെടുത്തണമെന്നാണ് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെടുന്നത്. സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയൻ മുന്നോട്ടുവെച്ച ഈ നിർദ്ദേശത്തെ ഇന്ത്യ എതിർത്തു. ഇത്തരം വ്യവസ്ഥകൾ സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ സാധാരണ ഉണ്ടാവാറില്ല. രാജ്യത്തെത്തുന്ന നിക്ഷേപം, വിദേശ വ്യാപാരം അല്ലെങ്കിൽ ബിസിനസ് ഉൽപാദനത്തിനുള്ള പണമൊഴുക്ക് എന്നിവയിൽ ഇടപെടാനാണ് EU ആഗ്രഹിക്കുന്നത്. അതേസമയം ഈ അഭിപ്രായ വ്യത്യാസം വ്യാപാര കരാറിനെ മൊത്തത്തിൽ ബാധിക്കില്ലെന്ന് വാണിജ്യ മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നികുതി ഇടിവിന് ശേഷമുള്ള ലാഭത്തിൽ 71% നേട്ടവുമായി അദാനി എനർജി. ലാഭം വാർഷികാടിസ്ഥാനത്തിൽ 539 കോടി രൂപയായി. ആശങ്കയായി ലാഭക്ഷമതയിലെ ഇടിവ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 824 കോടിയുടെ അറ്റനഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയത്. ജൂൺ പാദത്തിൽ കമ്പനിയുടെ വരുമാനം വാർഷികാടിസ്ഥാനത്തിൽ 27% വർദ്ധിച്ച് 6819.3 കോടിയായി. കഴിഞ്ഞ വർഷത്തെ 5378 നിന്നാണ് ഈ മുന്നേറ്റം. അതേസമയം എബിഡ മാർജിനിൽ ഇടിവാണ് രേഖപ്പെടുത്തിയത്. കമ്പനിയുടെ നികുതി, പലിശ, ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ എന്നീ ബാധ്യതകൾക്കു മുമ്പുള്ള ലാഭമാണ് എബിഡ. മൊത്തം വരുമാനത്തിൽ നിന്ന് പ്രവർത്തന ചെലവ് മാത്രം കിഴിക്കുമ്പോൾ കിട്ടുന്ന തുകയാണിത്. കമ്പനിയുടെ പ്രവർത്തന മികവ്, ലാഭക്ഷമത എന്നിവയുടെ ചൂണ്ടുപലകയായ എബിഡ മാർജിൻ 34% കുറഞ്ഞത്. ഇത് ഉയർന്ന പ്രവർത്തന ചെലവുകൾ കമ്പനിക്കുണ്ടെന്നതിന്റെ സൂചനയാണ്. അല്ലെങ്കിൽ വിലനിർണ്ണയ വെല്ലുവിളികൾ കമ്പനി നേരിടുന്നുണ്ടെന്നും ഇത് വ്യക്തമാക്കുന്നു. കൂടാതെ കഴിഞ്ഞ വർഷത്തെ 42% നിന്നാണ് ഈ ഇടിവ്. നിക്ഷേപകരിൽ ഇത് ആശങ്കയ്ക്ക് ഇടയാക്കിയേക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 1000 രൂപയും ഗ്രാമിന് 125 രൂപയുമാണ് കുറഞ്ഞത്. സ്വർണം ഗ്രാമിന് 9255 രൂപയും പവന് 74,040 രൂപയുമാണ് വിപണി വില. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 102 രൂപ കുറഞ്ഞ് 7573 രൂപയിലാണ് വ്യാപാരം നടന്നത്. അതേസമയം വെള്ളിവില മാറ്റമില്ലാതെ തുടരുകയാണ്. ഗ്രാമിന് 129 രൂപയിലായിരുന്നു കച്ചവടം. കേരള വാർത്തകൾ നോക്കാം. ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച ആരംഭിക്കുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഇതിനായി 831 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UK വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. ചരിത്രപരമെന്ന് ഇരു പ്രധാനമന്ത്രിമാരും. സ്വകാര്യ മേഖലയുടെ പ്രകടനം മികച്ചതെന്ന് PMI. കരുത്തായത് കമ്പനികളുടെ ഉയർന്ന ഉൽപാദനവും അന്താരാഷ്ട്ര ആവശ്യകതയും. അദാനി എനർജിക്ക് നേട്ടം. ലാഭം 539 കോടി രൂപയായി. മൂലധന നിക്ഷേപ രംഗത്ത് അനുമതി. യൂറോപ്യൻ യൂണിയൻ ആവശ്യം തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്ന് വാദം. വിപണി പ്രതീക്ഷ കാത്ത് ബജാജ് ഫിനാൻസിന്റെ പാദഫലം. അറ്റപ്പലിശ വരുമാനം 22% വർദ്ധിച്ചു. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.